പൊക്കോ. ഒരു ലഡു കൂടി തരും. എന്തേ? എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ്, അവൾക്ക് ഭയങ്കര ഇഷ്ടം ലഡു. രണ്ടെണ്ണം അതെ, മൂന്നെടുത്തിങ്ങനെ. വല്ലാത്തൊരു മനുഷ്യല്ലേ. മാറിപ്പോയി, ഇങ്ങോട്ട് പോയി കൈമേൽ ലഡു കിട്ടിയപ്പോ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ലല്ലോ. അന്ന് എന്നോട് പെരുമാറിയ പെരുമാറ്റം ഉണ്ടല്ലോ, അപ്പൊ അവിടെ വന്നപ്പോ എന്തൊരു വിനീതനായിട്ട് സംസാരിക്കണേ. ഞാൻ ഒരു ലഡു കൂടി എടുക്കട്ടെ. എടുത്തോ. പെണ്ണ് വീട്ടിലെ മധുരത്തിനെ സമ്മതിക്കും. ഇവിടെ ലഡു കഴിച്ചിരുന്നാ മതിയോ? ഇന്നാണ് ആ നികുതി ഒറ്റത്തവണ തീർപ്പാക്കൽ. താലൂക്ക് ഓഫീസിൽ പോണ്ടേ? പോവാൻ സമയത്ര അയച്ചിട്ട് എന്നാ പിന്നെ ഇറങ്ങ്. ലഡു കഴിച്ച് ഇങ്ങനെ ഇരുന്നോട്ടോ. അല്ല, നമുക്ക് കാറ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു അല്ലേ? ഹലോ, അതെ. ഏ അയ്യോ, ആണോ? ഓ അത് ശരി. ആ ആയിക്കോട്ടെ, ശരി. എന്താ മേഡം? ലഡു മേടിച്ചതൊക്കെ വെറുതെ ആയി. അല്ല, കാറ് തരാന്നൊക്കെ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ. ധനകാര്യ വകുപ്പേ അതിന് ഒബ്ജക്ഷൻ കൊടുത്തു. ഇനിയിപ്പോ ഇലക്ട്രിക് സ്കൂട്ടർ പരിഗണിക്കാന്നൊക്കെ പറയണേ. സ്കൂട്ടറെങ്കിൽ സ്കൂട്ടർ, കാറ് പോട്ടെ, അതും കൊണ്ട് പോവാലോ എല്ലാ വഴി കൂടെ. ആ ഇനിയിപ്പോ പോയിട്ട് അതിന് ലഡു മേടിക്കൊന്നും വേണ്ട. സർക്കാർ കാര്യാണ്, കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. വേഗം ഇറങ്ങിക്കോ, സമയായി. കാറ് പോയി സ്കൂട്ടറായി. മൊയ്തോ, സ്കൂട്ടർ എന്തായാലും കിട്ടും. സൈക്കിളൊക്കെ മേടിച്ചാ? സൈക്കിൾ മേടിച്ചല്ലോ മോനെ, ഇത് ബാങ്കുകാർ തന്നതാ. ആ ബാങ്കുകാർ പുതിയ സൈക്കിളൊക്കെ തരും ഇപ്പൊ. ഈ ബാങ്കുകാർക്ക് നമ്മളെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാരോട് ഒരു പ്രണയമുണ്ട്. അതെന്തിനാന്നറിയോ? എന്തുപറ്റി? ഓരോ ജപ്തിയും കാര്യങ്ങളൊക്കെ പോയി നേടിക്കൊടുക്കണം നമ്മളാണല്ലോ. അതെ. അപ്പൊ ഓര് തരുന്ന സൈക്കിളാ. അല്ല, നിങ്ങൾക്ക് പുതിയ കാറും ഇലക്ട്രിക് സ്കൂട്ടറും കിട്ടുമെന്ന് പറഞ്ഞു. എവിടെ കിട്ടണം? ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഓര് നമ്മളെ നിയമിക്കുമ്പോഴേ ഓര് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോന്നാ. അല്ലാണ്ട് കാർ ഓടിക്കാൻ അറിയോ ബൈക്ക് ഓടിക്കാൻ അറിയോ എന്ന് ചോദിക്കുന്നില്ല. ഇനിയിപ്പോ വില്ലേജ് ഓഫീസ് ചന്ദ്രനിലോ ചൊവ്വയിലാണെങ്കിലും ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് തന്നെ പോകണം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇനിയിപ്പോ അഥവാ ഇപ്പൊ കാറൊക്കെ പാസ്സായാല് ധനകാര്യ വകുപ്പ് എതിര് നോക്കും. ഇങ്ങനുണ്ട്. എനിക്ക് ഇനി ഒരുപാട് നോട്ടീസ് കൊടുക്കാനുണ്ട്. അത് ശരിയെന്നാ, വൈകിട്ട് കാണാം. ഓ, ഈ വീട്ടിലേക്കല്ലേ? അതെ. അല്ലാ റബ്ബേ. ഓ, ആരെങ്കിലും വരേ, രക്ഷിക്കണേ. അല്ലാ. ഹലോ. ആ മൊയ്തു, നോട്ടീസ് കൊടുക്കാനുള്ളടത്ത് വേഗം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരണം. അതെ, ആ ഒറ്റത്തവണ നികുതി തീർപ്പാക്കലിന്റെ 4 പേർക്ക് നോട്ടീസ് കൊടുക്കാനുണ്ട്. പിന്നെ ആ തർക്കഭൂമി സന്ദർശിക്കാൻ പോണം. അതിന് എന്റെ കൂടെ വരണം. അതാ പറയണു, വേഗം വരണമെന്ന്. ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? ഞാൻ എന്തായാലും വരാം മേഡം, വരാം. ആ ആ ആ ആ